കരിമീൻ കൊണ്ട് ഒരു അടിപൊളി റോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ? ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റോസ്റ്റ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ 1/2 കിലോ കരിമീനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തതാണ്. ഈ കരിമീനിൽ ഞാൻ ഇതുപോലെ 1-2 പ്രാവശ്യം വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മീനിൽ തിരുമ്മി പിടിപ്പിക്കണം. ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പും എരിവൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ മസാലയൊക്കെ മീനിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ മീനൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഈ മീൻ വറുത്തെടുക്കാനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും വെളിച്ചെണ്ണ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മീൻ വറുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്താലാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇനി നമ്മൾ മസാലയൊക്കെ പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു വശം അത്യാവശ്യം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും ഒരേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണ് വേണ്ടത്. മീൻ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് മീനിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ, ആ ഒരു ടേസ്റ്റ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. 2 വശവും ഒരുപോലെ മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മീനും വറുത്തെടുക്കാം. എല്ലാ മീൻ കഷ്ണങ്ങളും വറുത്ത് കോരി മാറ്റിയതിന് ശേഷം എണ്ണ കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള എണ്ണയിലേക്ക് 3 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 6 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇതെന്തായാലും വാടിയൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അളവൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സവാളയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് ചെറു തീയിൽ വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് മൂത്ത് കരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പൊടികൾ ചേർത്ത് വഴറ്റുമ്പോൾ ചെറു തീയിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ മാത്രമാണ് മല്ലിപ്പൊടി ചേർക്കാറ്. പക്ഷേ ഇതുപോലെ മല്ലിപ്പൊടി ചേർത്തിട്ട് കരിമീനൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ വറുക്കുമ്പോൾ മാത്രമാണ് നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഈ മസാലയിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ മുളക് പൊടിയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ വലിപ്പമുള്ളൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. കരിമീനല്ലേ വെക്കുന്നത്. അപ്പോൾ ഇത് പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് അത്യാവശ്യം വട്ടമുള്ള ഒരു മൺചട്ടി നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കരിമീൻ വെച്ച് കൊടുക്കാം. മീൻ എപ്പോഴും വയ്ക്കുമ്പോൾ മൺചട്ടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലായിരിക്കും ടേസ്റ്റ് കൂടുതലുണ്ടാവുക, അല്ലേ? അത് കാരണമാണ് ഞാനിപ്പോൾ മൺചട്ടി തന്നെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മീനൊന്നും പൊടിഞ്ഞു പോകാൻ പാടില്ല. ഒരുപാട് അങ്ങ് ഇളക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താലും മതി. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ഇതിൽ തേങ്ങാപ്പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തലപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തലപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം തിളപ്പിക്കാറില്ല, അല്ലേ? അപ്പോൾ ഇത് തിളച്ച് വരുന്നതിന് മുൻപായിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർക്കുമ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള സവാളയുടെ മധുരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ബാലൻസായി കിട്ടിക്കോളും. അതുപോലെ തന്നെ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് തേങ്ങാപ്പാലൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ചൂടാറിക്കഴിഞ്ഞാൽ ഇതിലും കുറുകി വരും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പം, ഇടിയപ്പം, ചപ്പാത്തി അല്ലെങ്കിൽ പുട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ കരിമീൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു റോസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.